ദേ വന്നു. ഗിരിക്ക് മുഖം മറിക്കാൻ ഒരു കർച്ചീഫ് കൊടുത്തേക്ക്. ഗിരി വാ. സർ, എന്താണ് പ്രതി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? സർ, 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 എന്തെങ്കിലും പറഞ്ഞിട്ട് പോണു സർ. നിനക്ക് പോലീസുകാരെ വലിയ പുച്ഛമാണല്ലേ? ഇന്ന് സെല്ലില് നിനക്ക് നല്ല VIP സൽക്കാരോ കിട്ടാൻ പോകുന്നേ. പിന്നെ പോലീസുകാരെ കണ്ട നീ താനെ ബഹുമാനിച്ചോളൂ. അനിതേ വേണ്ട, നിനക്ക് വൈരാഗ്യം തീർക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മഞ്ജു, ഗിരിയും കൊണ്ട് അകത്തു പോ. മീഡിയക്കാർ ഇത്രയും പെട്ടെന്ന് ഈ വിവരങ്ങൾ എങ്ങനെ അറിഞ്ഞു? നമ്മളിൽ ആരെങ്കിലും തന്നെ വിളിച്ചു പറഞ്ഞതായിരിക്കും. എന്തായാലും നമ്മളാരും മീഡിയക്കാരോട് ഒരക്ഷരം പോലും മിണ്ടാൻ നിൽക്കരുത്. കേസിന്റെ പ്രാഥമിക അന്വേഷണം പോലും തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് കുറ്റക്കാരൻ ഗിരിയാണെന്ന് തീരുമാനിക്കാൻ നിൽക്കണ്ട. കുറ്റവാളിയുടെ പേര് ഗിരിശങ്കർ എന്നാണ്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കാമ്പുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഉടനെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് നല്ല രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് കേസ് എടുക്കരുതെന്ന തരത്തിൽ പല പ്രഷറുകളും എന്റെ മീതെ വന്നിരുന്നു. അതൊക്കെ മറികടന്നാണ് ഞാൻ ഗിരിയെ അറസ്റ്റ് ചെയ്തത്. നടന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പറ്റുമോ മാഡത്തിന്? പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടും. തൽക്കാലത്തേക്ക് വേറൊന്നും പറയാനില്ല. മാഡം, മാഡം, ഞങ്ങളുടെ ചോദ്യം തീർന്നിട്ടില്ല മാഡം. മാഡം ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് പറഞ്ഞിട്ട് പോണം മാഡം. താൻ ആരോട് ചോദിച്ചിട്ടാ മീഡിയക്കാരെ വിളിച്ചുകൂട്ടി എല്ലാം പറഞ്ഞത്? അതിനിപ്പോ ആരോടെങ്കിലും സമ്മതം ചോദിക്കേണ്ട കാര്യമുണ്ടോ സാറേ? നാട്ടുകാരുടെ മുന്നിൽ മാന്യനായിട്ട് നടക്കുന്ന ഇവന്റെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. അപ്പൊ ഗിരി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞാലോ? ഈ നാട്ടുകാരുടെ മുമ്പിൽ ഗിരിയെ നാണം കെടുത്തിയത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഗിരിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മാഡത്തിന് നന്നായിട്ട് അറിയാം. ഇതാരോ തന്ന കാശിന് മാഡം ചെയ്തു കൊടുക്കുന്ന ഉപകാരമാണെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാവും. എടേ, നിന്റെ ഷോയൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ ഇവനെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ മീഡിയയുടെ മുന്നിൽ എല്ലാം പറഞ്ഞത്. ഇനി ഇവനെ രക്ഷിക്കാൻ നീ എന്തെങ്കിലും നീക്കം നടത്തിയാ അത് മീഡിയ കണ്ടുപിടിക്കും. പിന്നെ നിന്റെ തൊപ്പി തെറിക്കും. എനിക്കെന്റെ ഭർത്താവിനേക്കാൾ വലുതല്ല എന്റെ തൊപ്പി. സ്വന്തം അച്ഛനെ കൊന്നവനോട് ഇത്രയ്ക്ക് സ്നേഹം കാണിക്കുന്ന ഒരുത്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു മോളുണ്ടാവാൻ മാത്രം എന്ത് പാപമാണ് അവ മാധവൻ സാർ ചെയ്തത്? മര്യാദയ്ക്ക് സംസാരിക്കണം. ഗിരിയാണ് മാധവനെ കൊന്നതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? എങ്ങനെ ഉണ്ടാവും? പുനരന്വേഷണം നടത്തുകയാണെന്ന പേരില് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവള് നശിപ്പിച്ചില്ലേ? എനിക്ക് തോന്നുന്നത് ഇവര് തമ്മിലുള്ള പ്രേമം എതിർത്തതുകൊണ്ട് രണ്ടെണ്ണവും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടാവും മാധവൻ സാറിനെ കൊന്നത്. എന്താടാ? ഓടങ്ങി ഒതുങ്ങി അവിടെ കിടന്നോണം. ഇല്ലെങ്കിൽ നിന്റെ തന്തയുടെ ഗതി തന്നെ ആയിരിക്കും നിനക്ക് സംഭവിക്കുക. രണ്ടുപേരൊന്നും നിർത്തുന്നുണ്ടോ?
ഈ ഭീഷണി പരിപാടിയൊന്നും ഇവിടെ വേണ്ടാനിതേ. നീ ഗിരിക്കെതിരെ കേസെടുത്തില്ലേ? ഇനി അത് കോടതിയിൽ തെളിയിക്കാൻ നോക്കും, എന്നിട്ട് ശിക്ഷയെ കുറിച്ച് ആലോചിക്കാം. നീ ഈ വിഷയത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. സത്യം എന്തായാലും പുറത്തു വരും. അതുവരെ ക്ഷമയോടെ കാത്തു നിൽക്ക്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. കേസിൽ ഗിരി അറസ്റ്റിൽ. ഗിരിശങ്കർ എന്ന യുവാവിനെയാണ് SI അരവിന്ദ് അക്ഷന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്വവസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷമേ കേസിന്റെ വിശദാംശങ്ങൾ മീഡിയയുമായി പങ്കുവയ്ക്കാൻ പറ്റൂ എന്ന് സീനിയർ CPO അനന്ത പറഞ്ഞു. കുറ്റവാളിയുടെ പേര് ഗിരിശങ്കർ എന്നാണ്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കാമ്പുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഉടനെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് നല്ല രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് കേസ് എടുക്കരുതെന്ന തരത്തിൽ പല പ്രഷറുകളും എന്റെ ഇതോടെ നാട്ടിലുണ്ടായിരുന്ന പേരില്ലാതായിക്കോളും. അവൻ എല്ലാവരുടെയും മുമ്പില് വലിയ മാന്യം കളിക്കുന്നവനല്ലേ. ഇനി മുതല് ആളുകൾ അവനെ അറപ്പോടെ നോക്കാൻ തുടങ്ങും. അവനെ മാത്രല്ല, മഞ്ജുവിനെ ഇനി ആൾക്കാർ അങ്ങനെ കാണും. പീഡന കേസ് പ്രതിയുടെ ഭാര്യയല്ലേ. ആ കുടുംബത്തെ മൊത്തം അടിച്ചു തകർക്കാൻ പറ്റിയ വിഷയമായത്. അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും ഈ കേസ് ബാധിക്കും. അത് ഉറപ്പല്ലേ? എന്നാലും ആ പ്രീതിയുടെ തൊലിക്കെട്ടി സമ്മതിക്കണം. പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഗിരിക്കെതിരെ കള്ളപീഡന കേസ് കൊടുക്കാൻ അവള് കാണിച്ച ധൈര്യമേ. ഇത് ധൈര്യമൊന്നുമല്ല, അവളൊരു നാണം കെട്ട ജന്മമായിരിക്കും. അപ്പൊ പിന്നെ കാശിനു വേണ്ടി എന്തും ചെയ്യാലോ. അല്ലാതെ ഏതെങ്കിലും പെൺകുട്ടി ഇങ്ങനെ നടക്കാത്ത പീഡനം നടന്നു എന്ന് പറയോ? അവൾക്ക് ജീവിതത്തില് ഏറ്റവും വലുത് കാശാ. കാശ് കൊടുത്തപ്പോ അവള് നമുക്ക് വേണ്ടതുപോലെ പോലീസിന് മുഴുവൻ കൊടുക്കും. ഇവളെ പോലുള്ള പെണ്ണുങ്ങൾക്കൊന്നും നല്ല കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു പോകണമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പരമാവധി കാശുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ കാണൂ. എന്തായാലും അവളെ ഉപയോഗിച്ച് അച്ഛൻ ഗിരിക്കെതിരെ കളിച്ച കളി കൊള്ളാം. ഞാൻ ആ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ഗിരിയുടെ വിഷമം നേരിട്ടൊന്നും കണ്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. കൂട്ടത്തില് മഞ്ജു അവിടെ ഉണ്ടെങ്കിൽ ഒരു അന്വേഷണം അറിയിക്കാം. ചാരായം വിറ്റതിന് നമ്മുടെ കുടുംബത്തെ കുറെ കളിയാക്കിയ ആളല്ലേ. ഇപ്പൊ അവക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അച്ഛൻ തന്നെ വക്കീലിനെ കൊണ്ടുവന്ന് കേസ് വാദിപ്പിക്കാന്ന് അവനോട് പറഞ്ഞേക്ക്. നമ്മുടെ വക്കീലാവുമ്പോ കേസ് തോറ്റുകൊടുക്കാൻ നമ്മൾ പറഞ്ഞാ മതിയല്ലോ. ഗിരിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടാവില്ല. ഞാൻ അവനോട് സംസാരിച്ചു നോക്കാം. പക്ഷെ മിക്കവാറും അവൻ മുകുന്ദനെ കൊണ്ട് കേസ് വാദിപ്പിക്കാനാ സാധ്യത. അങ്ങനെയാണെങ്കിലും മതി. 10 വയസ്സൊക്കെ വിവരമില്ലാത്ത വക്കീലാവൻ. അല്ല ഗോപാലട്ടാ, ഗിരിയെക്കുറിച്ച് ഇത്രയും ചീത്തപ്പേര് നാട്ടിലുണ്ടാകുന്ന സ്ഥിതിക്ക് ആ വീട്ടിൽ തന്നെ നമ്മുടെ സഞ്ജുവിനെ നിർത്തുന്നത് ശരിയാണോ? ഗോപാലേട്ടൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൂടെ? നിങ്ങൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുകയാണോ? അവൻ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളെല്ലാം ധിക്കരിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ. ഇനി സംഭവിക്കാനുള്ളതെല്ലാം അവൻ അനുഭവിക്കട്ടെ. അങ്ങനെ പറയാൻ അവൻ അപ്പുറത്തെ വീട്ടിലെ പയ്യനൊന്നുമല്ലല്ലോ, എന്റെ ചോരയാ. അവന് എത്ര അവസരം വേണമെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും കൊടുക്കും. അവനൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മാത്രം മതി. ആ വീട്ടിൽ താമസിച്ചതിന് ശേഷം അവന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവൻ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നുണ്ട്. സ്വപ്നയുടെയും കുഞ്ഞിന്റെയും കാര്യമാണെങ്കിലും അവനത് കളിതമാശയായിട്ടല്ല കാണുന്നത്. അവനിപ്പോ ഒരു ലക്ഷ്യബോധം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത്.